പഠന മേഖലയിലായിരിക്കുന്നവർ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സങ്കീർത്തനമാണ്. വിജയത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന. അത് ഭൗതികമായൊരു വിജയം മാത്രമല്ല, ഒരു പരീക്ഷയിലെ വിജയം മാത്രമല്ല, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്ത് തന്നെ ആയാലും ആ സാഹചര്യങ്ങളെല്ലാം കർത്താവ് നൽകുന്ന വിജയം ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വളരെ അഭിഷേകം നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞൊരു സങ്കീർത്തനമാണ് 20-ാമത്തെ സങ്കീർത്തനം. ചേർന്ന് പറ ഹല്ലേലൂയ. വലതൊരു ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 20-ാമത്തെ സങ്കീർത്തനം എടുക്കാം. ആകെ കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്കിത് മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ടീച്ചേഴ്സിന് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി, നിങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടി, നിങ്ങളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി, നിങ്ങൾക്ക് ആരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 20-ാമത്തെ സങ്കീർത്തനം. രാജാവിൻ്റെ വിജയത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിത സാഹചര്യം എന്ത് തന്നെയായാലും നമ്മളോട് ഒരാൾ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സങ്കീർത്തനം, അഭിഷേകം നിറഞ്ഞ വചനങ്ങളാണ് 20-ാമത്തെ സങ്കീർത്തനത്തിലുള്ളത്. നമുക്ക് ചേർന്നൊന്ന് വായിക്കാം. 20-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം: നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. അനുഗ്രഹം, ആശീർവാദം നമ്പർ 1. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. വിഷമിച്ച് നിൽക്കുന്ന ഒരാളോട് ഈ ഒരു വചനം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ വരുന്ന ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. വിഷമിച്ചിരിക്കുന്ന ഒരാളോട് നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. ഒരുപക്ഷെ കടബാധിതയിലായിരിക്കാം, കുടുംബ പ്രശ്നത്തിലായിരിക്കാം, നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സന്ദിഗ്ധാവസ്ഥയിലായിരിക്കാം, ജീവിതം വലിയൊരു പ്രതിസന്ധിയോടെ കടന്നു പോകാതിരിക്കാം. അവരോട് നമ്മൾ ആശീർവദിക്കുകയാണ്, നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇവിടെ ഈശോയുടെ സന്നിധിയിൽ നിന്ന് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. ചേർന്ന് പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. വലതുകൈ ഉയർത്തി വെച്ചത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വരുന്ന നമ്മളിങ്ങനെയാണ് കാണുന്നത്: യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. എന്ന് വെച്ചാൽ നിനക്കൊരു പ്രൊട്ടക്ഷൻ. കർത്താവിൻ്റെ നാമം നിനക്ക് സംരക്ഷണമായിട്ടിരിക്കട്ടെ. അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ. ബ്ലെസ്സിങ് നമ്പർ 3: നിനക്ക് സഹായം അയക്കട്ടെ. നിന്റെ പ്രാർത്ഥന കേൾക്കട്ടെ, നിനക്ക് സംരക്ഷണം ലഭിക്കട്ടെ, നിനക്ക് സഹായം ഉണ്ടാവട്ടെ. സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ, നിന്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാവട്ടെ. അടുത്തൊരു വാക്യം അച്ഛന് ഒത്തിരി പേരോട് പറഞ്ഞിട്ടുള്ളതാണ്. അച്ഛനോട് പേഴ്സണലായിട്ടൊക്കെ പ്രാർത്ഥന ചോദിച്ചവരോട്, ഇമെയിലൊക്കെ ചോദിച്ചവരോടൊക്കെ ഒത്തിരി പേർക്ക് അനുഗ്രഹമായിട്ട് കൊടുത്തിരുന്ന ഒരു വചനമാണ് 20-4: അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. നമ്മൾ ഈ ഒരു വചനം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ഒന്ന് കാണാപ്പാടം പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. 20-4: അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. നമ്മൾ ഓരോ പുതിയ കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ഒരു ഇൻ്റർവ്യൂവിനാകാം, ഒരു പരീക്ഷയ്ക്കാകാം, നമ്മളൊരു സ്ഥലം മേടിക്കാൻ പോവാണ്, നമ്മളൊരു ആലോചന നടത്താൻ പോവാണ്, ഒരു തീരുമാനം എടുക്കാൻ പോവാണ്. ഈ ഒരു പ്രാർത്ഥനയോടെ കുടുംബാംഗങ്ങൾ പരസ്പരം ആശീർവദിച്ച് അവരെ ആ കാര്യത്തിന് വേണ്ടി വിടുക. മക്കൾ പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ മാതാപിതാക്കൾ ഇത് പറഞ്ഞു വിടുക. അവരൊരു ഇൻ്റർവ്യൂവിന് പോവാണ്, മറ്റൊരു പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനത്തിന് അവർ പോവാണ്, മറ്റൊരു രാജ്യത്തേക്ക് അവർ പോവാണ്, ജോലിക്ക് അപ്ലൈ ചെയ്യാണ്, അവരുടെ വിവാഹം നടക്കുകയാണ്. ജീവിതത്തിൻ്റെ എന്ത് തീരുമാനങ്ങൾ അവരെടുത്ത് നിൽക്കുകയാണോ അവരോട് ഇത് പറയാൻ നമുക്ക് സാധിക്കണം: കർത്താവ് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരട്ടെ, നിൻ്റെ ഉദ്യമങ്ങൾ, നീ ചെയ്യുന്നതെല്ലാം സഫലമാകട്ടെ എന്ന് ചേർന്ന് പറ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ കാണുന്ന ഇതാണ് 5-ാമത്തെ വാക്യം: നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും, അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. ബ്ലെസ്സിങ്ങോട് ബ്ലെസ്സിങ്ങാണ്. ഒരു സങ്കീർത്തനം നിറയെ അനുഗ്രഹമാണ്. എല്ലാ സങ്കീർത്തനങ്ങളും തീർച്ചയായിട്ടും അനുഗ്രഹങ്ങളാണ്. ഈ 20-ാമത്തെ സങ്കീർത്തനം അനുഗ്രഹത്തിൻ്റെ ഒരു എൻസൈക്ലോപ്പീഡിയാണ്, ഒരു സർവ്വവിജ്ഞാനകോശം. ഇഷ്ടംപോലെ അനുഗ്രഹങ്ങളാണ്. വിശ്വാസത്തോടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്ത് തന്നെ ഈ ഒരു വചനത്തിൻ്റെ, ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്ന് അതിൻ്റെ വായിക്കുമ്പോൾ 7-ാമത്തെ ഒരു വാക്യത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയോടെ കിടപ്പുണ്ട്: ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു, ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. ഇത് ദൈവാശ്രയത്വമുള്ള ഒരാൾ ഏറ്റുപറയേണ്ട ഒരു വചനമാണ്.
നമ്മുടെ സിറ്റുവേഷൻ ഭയങ്കര കുളമായിട്ട് കിടക്കുമായിരിക്കും. നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുള്ളൂ. എത്ര പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കൊന്നും ഉണ്ടാവുന്നില്ല. കുടുംബത്തിലെ അന്തരീക്ഷം മാറുന്നില്ല, വിജയങ്ങൾ ലഭിക്കുന്നില്ല. ഓരോ പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആശ്രയിക്കും. ഒരുപക്ഷെ മനുഷ്യരിൽ ആശ്രയിക്കും, ചില സുഖങ്ങളിൽ ആശ്രയിക്കും, ചില വാക്കുകളിൽ ആശ്രയിക്കും. ചിലപ്പോൾ കർത്താവിനെ മറന്നുപോകും. നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട വലിയൊരു വിശ്വാസം ഇതാണ്: നിനക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്, ആ ദൈവം നിനക്ക് വിജയം നൽകും എന്നുള്ളത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7-ാമത്തെ വാക്യം മനസ്സിലുണ്ടായിരിക്കണം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു, ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പ്രൈഡ്, നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. എൻ്റെ ബന്ധുബലത്തിലോ എൻ്റെ സാമ്പത്തിക സ്ഥിതിയിലോ എൻ്റെ പേരിലോ പെരുമയിലോ ഒന്നിലുമല്ല. എൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും, അത് തകർന്നിരിക്കുന്ന സമയമാകട്ടെ ഉയർന്നു നിൽക്കുന്ന സമയമാകട്ടെ, ഞാൻ എൻ്റെ കഴിവിലോ എൻ്റെ പ്രിയപ്പെട്ടവരുടെ പേരിലോ പെരുമയിലോ എൻ്റെ കുടുംബ മഹിമയിലോ ഒന്നിലുമല്ല ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ആ ദൈവമാണ് എനിക്ക് വിജയം നൽകുന്നത് എന്ന് ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോട് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കടക്കാൻ പോകുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനം ഒന്നും കൂടെ ഒന്ന് ആഴത്തിലെടുത്ത് വായിക്കണം കേട്ടോ. അച്ഛൻ ഇതിപ്പോൾ പറഞ്ഞു തീർക്കുന്നതിൻ്റെ മാത്രമല്ല, നമുക്ക് പേഴ്സണലായിട്ട് ഇതൊരു പ്രാർത്ഥനയാക്കി മാറ്റണം. നമുക്ക് സ്വയം ഒന്ന് കുരിശ് വരച്ച് നമ്മളെ തന്നെ ഒന്ന് ബ്ലെസ് ചെയ്യാൻ പറ്റണം. ഈ 20-ാം സങ്കീർത്തനം ഉപയോഗിച്ച് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കുമെന്നും, ആ കേൾക്കുന്നവരെ ചില സഹനങ്ങളിലൂടെ കടന്നു പോയാലും നമുക്ക് ആശ്രയിക്കാൻ സർവശക്തനായ ദൈവമുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം നമ്മുടെ ഉള്ളിലോട്ട് നിറയണം.